എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ഭാഗം തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ നമുക്ക് കുറച്ച് വലിയൊരു വീഡിയോ ആണ്, ഏകദേശം അരമണിക്കൂറിനകത്ത് വരുന്നുണ്ടായിരുന്നു. കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് പറയേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അതിനകത്ത് ഈ സമയം കൂടുതലുണ്ട് ഞാനത് അവോയ്ഡ് ചെയ്ത് ഈ സെക്കൻഡ് വീഡിയോ എടുത്തതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഫോട്ടോ സിഗ്നേച്ചർ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നൊരു പോർഷൻ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞ് പോയതായിരുന്നു. അതിനകത്ത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് വിൻഡോസ് വിൻഡോസ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡിഫോൾട്ടായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, പെയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ റീസൈസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് റീസൈസ് ചെയ്യുന്നത്, അതിനുള്ള ടിപ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഫോട്ടോ സ്കാൻ ചെയ്ത് നമുക്കതിനകത്ത് റീസൈസ് എടുക്കുന്നവരുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം വരെ ശേഷം എൻ്റെ ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫോട്ടോ സ്കാൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് അഡോബ് സ്കാൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ക്യാം സ്കാൻ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. ആക്ച്വലി ഞാൻ അഡോബ് സ്കാനർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ എടുത്തു വന്നവർക്ക് ആപ്ലിക്കേഷൻ പറഞ്ഞാൽ മാറിപ്പോയതാണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഫോണിനകത്ത് അഡോബ് സ്കാനർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഫോട്ടോ നമ്മൾ 4 കോർണറും കറക്റ്റായിട്ട് റെഡിയാക്കി വെക്കുക. അത് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ആവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റൗണ്ട് ആ കാര്യം കൊണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായ കോർണറൊക്കെ റെഡിയാക്കി കാണുന്ന രീതിയിൽ കോർണറൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആവുന്നുണ്ട്. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാപ്ചർ ആയിക്കൊണ്ട് ഇപ്പോൾ നമുക്കത് ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എനേബിൾ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ക്രോപ്പ് ചെയ്യുക. ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചേക്കുക. എന്തിനാണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അത് ആ ഒരു ഫോട്ടോ കാണുന്ന അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് ആ ഫോട്ടോ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ആ ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്തരത്തിൽ എഫക്റ്റുകളൊന്നും വരാൻ പാടില്ല. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലൊരു കളർ മാത്രം വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അത്തരത്തിൽ വെക്കുക. ഞാനതൊരു എഫക്റ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്ത സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രത്യേകിച്ച് ആ ഒരു എഫക്റ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഫോട്ടോയാണ്. ഇങ്ങനെ വരാൻ പാടില്ല, ഒരൊറ്റ കളറായ ഒരു ബാക്ക്ഗ്രൗണ്ട് വരാം. ഇതിപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിന് ഒരു ഷെയ്ഡ് സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറിജിനൽ തന്നെ കൊടുക്കുവാണ്. ഞാനിപ്പോൾ ആ സെലക്ട് ചെയ്ത ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻ്റൊക്കെ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നതാണ്. ഇനി നമുക്കിത് സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൻ്റെ മേലിൽ സേവ് PDF എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സേവ് ആവുന്നതാണ്. അതിനുള്ള മറ്റ് ഓപ്ഷൻസും തൽക്കാലം ഞാൻ പറയുന്നില്ല. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകം നമ്മൾ സേവ് ചെയ്യുമ്പോൾ PDF ഫയലായിട്ടാണ് സേവ് ആവുന്നത്. ഇനി എങ്ങനെ നമുക്ക് PDF ഫയലിനെ JPG ഫോർമാറ്റിലാക്കാനൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, സേവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സേവ് ആയ ഫയലിനെ ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷമാണ് JPG ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. ഇനി നമുക്ക് സിസ്റ്റത്തിനകത്തുള്ള വ്യൂ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിനി ഞാൻ എൻ്റെ സിസ്റ്റത്തിനകത്തേക്ക് ആ ഒരു ഫോട്ടോ ഒരു PDF ഫയൽ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ ആദ്യമേ JPG ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താ പറയുക ഒരു റീസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ JPG ഫോമിലേക്ക് മാറ്റാൻ പോകണം. അപ്പോൾ അതിനോട് ഞാൻ സിസ്റ്റത്തിൻ്റെ സ്ക്രീൻഷോട്ടിങ് കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്കിനി എങ്ങനെയാണ് JPG ഫോമിലേക്ക് ആ ഒരു PDF ഫയൽ കൺവേർട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനത് ഓൺലൈൻ ഒരു വെബ്സൈറ്റ് ത്രൂ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ഇതിനകത്തൊരു സംഭവം ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെബ്സൈറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. PDF to JPG എന്ന് പറയുന്നത് നമ്മളെ ഗൂഗിൾ ക്രോമിനകത്തുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കയറിയതിന് ശേഷം എൻ്റെ ഞാൻ കോപ്പി ചെയ്ത് ആ ഒരു PDF ഫയൽ ഞാൻ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുകയാണ്. ഫ്രം യുവർ പീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഫയൽ സെലക്ട് ചെയ്തുള്ള ഒരു ഓപ്ഷൻ വരും. ഞാൻ ഇതിനകത്ത് എൻ്റെ PDF ഫയൽ ആ ഒരു PDF ഫയൽ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫയൽ ഏതെന്നുള്ള സെലക്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് താഴേക്ക് വരിക. ഇവിടെ നമുക്ക് അപ്ലോഡ് ആൻഡ് കൺവേർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അത് കൺവേർട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ കേട്ടോ. തൊട്ട് താഴെ ഡൗൺലോഡ് ടു യുവർ കമ്പ്യൂട്ടർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കവിടെ ഒരു സിപ്പ് ഫയലാണ് അത് ഡൗൺലോഡ് ആയി വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇപ്പോൾ ആ ഒരു ഫയൽ ലൊക്കേഷനിലേക്ക് കയറുവാണ്. ഓക്കെ, എന്തായാലും
ഞാൻ ആ ഒരു ഫയൽ ലൊക്കേഷനൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഒരു ഫയൽ തപ്പിയെടുക്കാം. അതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് തന്നെ കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓക്കെ എടുക്കുക. ഓക്കെ, അത് എക്സ്ട്രാക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കത് എക്സ്ട്രാക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. നോട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഇത് എക്സ്ട്രാക്റ്റ് ആയി കിടപ്പുണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് അവിടെ എക്സ്ട്രാക്റ്റ് വന്നിട്ടുണ്ട്. ഒരു ഫയലിനകത്ത് എക്സ്ട്രാക്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോട്ടോ റീസൈസ് ചെയ്തെടുക്കാം. അപ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയ നമുക്ക് റീസൈസ് ചെയ്യണമെന്ന് ഞാൻ എൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ റീസൈസ് ചെയ്യണമെന്ന് നോക്കാം. അതായത് നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷനകത്ത് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോമൺ ആയിട്ട് അവർ പറഞ്ഞൊരു ക്രൈറ്റീരിയ മിക്കവാറുള്ള എല്ലാ ആപ്ലിക്കേഷനകത്തും വരുന്നത് നമ്മൾ ആ ഒരു ഫോട്ടോയുടെ സൈസ് 100 KB താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഫോട്ടോ ആണെങ്കിൽ അത് 100 KB താഴെ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതിപ്പോൾ 192 KB ആണ് അതിൻ്റെ സൈസ് കിടക്കുന്നത്. സോറി, 192 KB ആണ്. എനിക്കത് 100 KB താഴെ കൊണ്ടുവരണം. നമുക്കത് എങ്ങനെ 100 KB താഴെ കൊണ്ടുവരാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് എടുത്തിട്ട് അതിനകത്ത് പെയിൻറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ പെയിൻറ്റിനകത്ത് ലോഡായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീസൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ വിവരിക്കുന്നത്. അത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് വേണ്ടത് ഈ റീസൈസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനൊരു ബോക്സ് നമുക്ക് കിട്ടും. അതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ട്. പെർസെൻറ്റേജ്, പിക്സൽ എന്ന്. ഇതിപ്പോൾ പെർസെൻറ്റേജ് ഉള്ള സംഭവം സെലക്ട് ആയി കിടക്കുന്നത്. എനിക്ക് പിക്സലിലാണ് വേണ്ടുന്നത്. അപ്പോൾ പിക്സലിൽ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് ഇവിടെ 2 കുറേ എഴുതിയിരിക്കുന്ന കാണാം. ആ 2 ഡയമെൻഷൻ എഴുതിയിരിക്കുന്ന കാണാൻ പറ്റും. നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി, റീസൈസ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. അത് ഞാൻ മാറ്റിയ സമയത്ത് തൊട്ട് താഴ്ച ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ റീസൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആര് എഴുതുകയാണ് 150/200. എനിക്ക് 150 വിട്ടും 200 ഹൈറ്റും വേണം. അപ്പോൾ ഞാൻ ഇവിടെ 150 ടൈപ്പ് ചെയ്തു. അപ്പോൾ തൊട്ട് താഴെ ഓട്ടോമാറ്റിക്കായിട്ട് 196 വന്നു. സോ എനിക്കിവിടെ 200 എന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് വന്നിട്ട് 200 അടിക്കുകയാണ്. 200 അടിച്ചപ്പോൾ തൊട്ട് മേളിൽ 152 വന്നു. എനിക്ക് അവിടെ 150, ഇവിടെ 200 വേണം. അപ്പോൾ അത് എന്താ വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ ഇവിടെ നമുക്കൊരു ടിക്ക് മാർക്ക് എടുക്കുന്നുണ്ട്, മെയിൻറ്റെയിൻ ആസ്പിറേഷൻ ആണ്. അത് ആ ടിക്ക് അങ്ങ് മാറ്റുക. ഇനി ഞാൻ ഈ 152 ആ 2 മാറ്റിയിട്ട് 0 ആക്കുകയാണ്. ഇപ്പോൾ എനിക്ക് അവിടെ 150, ഇവിടെ 200 വന്നിട്ടുണ്ട്. ഇനി നമ്മളത് ഓക്കെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇനി നമ്മളത് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ഒരു താമസം നമ്മളിത് ക്ലോസ് ചെയ്യരുത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ഇനി മിനിമൈസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതൊന്ന് റിഫ്രഷ് ചെയ്യുക. ചെയ്തതിന് ശേഷം ഈ ഒരു ഫോട്ടോ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക. സൈസ് എത്ര ഉണ്ടോയെന്ന് നോക്കുക. ഓക്കെ, ഇത് നമുക്ക് 16 KB താഴെ ഉണ്ട്. കാരണം ഞാൻ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 100 KB താഴെ അല്ല, 100 KB മേളിലാണ് വന്നതെന്ന് വെച്ചോ. ഓക്കെ, നമുക്ക് ഒരു വട്ടം ഞാൻ കാണിച്ചു തരാം, എങ്കിലും മനസ്സിലാക്കും. ഞാൻ ഒന്നുകൂടെ പെയിൻ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ചെയ്തതിന് ശേഷം ഞാൻ റീസൈസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മിനിമൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ ആ ഒരു ഫോട്ടോ റീസൈസ് ചെയ്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച സൈസിനകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ നമുക്ക് ഈ ഒരു ലെവലിൽ നിർത്തിയിട്ട് വീണ്ടും ഒന്നുകൂടെ റീസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവനകത്ത് നിർത്തിയതിന് ശേഷം എനിക്കിപ്പം എൻ്റെ ആ ഒരു റേഷ്യോ അടുത്ത് ഒരു 16 KB ആണ് കാണിച്ചത്. എനിക്ക് 10 KB അകത്ത് വരണമെന്ന് വെച്ചോ. അപ്പോൾ അവനെ ഒന്നുകൂടെ ഞാനൊന്ന് ചെറുതാക്കുവാണ്. 100 അല്ല സോറി അതിന് 150 വേണ്ട 100 150 ആക്കുവാണ്. അപ്പോൾ ഞാൻ ടിക്ക് മാർക്ക് മാറ്റിയിട്ട് ഇവിടെ 100 ആക്കുന്നു, ഇവിടെ 150 ആക്കുന്നു. ഓക്കെ, നമ്മൾ 150 ആക്കിയിട്ടുണ്ട്. ഇനി ഓക്കെ എടുക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ ചെറുതായിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ആ ഒരു ഫോട്ടോ ഒന്നുകൂടെ ചെറുതായി നമുക്ക് ക്വാളിറ്റി പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചില സിറ്റുവേഷൻസിൽ ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ ചെറിയൊരു ഇത് വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി അനുസരിച്ച് അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞത്. നമ്മൾ ആ ഒരു മിനിമൈസ് ചെയ്ത ആ ഒരു ഫോട്ടോ എടുത്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ അണ്ട് കൊടുക്കുക. ഒന്നെങ്കിൽ കൺട്രോൾ റിസൾട്ട് ഞെക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഞെക്കുക. നമ്മൾ നേരത്തെ എടുത്താൽ അതിൻ്റെ ആ ഒരു ഒറിജിനൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞു. ഈ ഒരു പോർഷൻ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു 150 ഒന്നും ചെറുതായി വേറെ കുഴപ്പമൊന്നും വന്നില്ല. പക്ഷേ ഇൻ കേസ് മിക്കവാറും എല്ലാ സമയത്തും നമ്മൾ റീസൈസ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ ഒരു തവണ ഫോട്ടോ റീസൈസ് ചെയ്തിട്ട് വീണ്ടും അത് തന്നെ ഒന്നുകൂടെ റീസൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ രീതിയിൽ നമുക്കൊരു ക്ലിയർ കൊണ്ടാകത്ത ഈ ഒരു ഫോട്ടോ നമുക്കൊരു ക്ലിയർ കിട്ടുന്നത് എത്ര സൂമായി കിടക്കുന്നുണ്ട്. പക്ഷേ അതിന് സൈസ് കുറച്ച സമയത്ത് നല്ലൊരു ക്ലിയറാണ് ഫോട്ടോ വന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഒരു ഫോട്ടോയുടെ ക്ലാരിറ്റി വരുന്നത്. സോ അത് ഒഴിവാക്കാനാണ് ചെയ്യുന്നത്. നമ്മളത് അൺഡു ചെയ്തിട്ട് അതിൻ്റെ നമ്മൾ ആ ഒറിജിനൽ സൈസിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും കൂടെ റീസൈസ് ചെയ്യുക. അതാണ് ചെയ്യുന്നത്. അല്ല അതിൽ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്വാളിറ്റി പ്രോബ്ലം ഉണ്ടാകും. സോ അതുകൊണ്ടാണ് ഞാൻ മിനിമം ക്ലോസ് ചെയ്തതെന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ആ സൈസിൽ വന്നതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുക. ഇനി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആ 100 KB വന്നില്ല. ചില സിറ്റുവേഷൻസ് ഞാൻ പറയുന്നു ഫോട്ടോയുടെ ഡയമെൻഷനും ആ ആപ്ലിക്കേഷനകത്ത് മെൻഷൻ ചെയ്തിരിക്കും. അതായത് 150-200 കോമൺ ആയിട്ട് ചോദിക്കുന്നത്. ചിലപ്പം വേറെ ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു റീസൈസിൽ കയറിയിട്ട് ഇതിനകത്ത് നമ്മൾ 150-200 അടിക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇത് ഞാൻ സേവ് ചെയ്തപ്പോൾ എനിക്ക് വേണ്ടുന്ന ആ ഒരു ഫയൽസ് ആ ഒരു ഫോട്ടോയുടെ ആ ഒരു സൈസിനേക്കാൾ കൂടുതലാണ് നിൽക്കുന്നത്. എനിക്ക് അതിൽ കുറച്ച് വേണം. 150-200 അതിൻ്റെ ഒരു ഡയമെൻഷൻ വരാൻ പാടുള്ളൂ. അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തു. 150-200 ഇപ്പോൾ ഈ ഫോട്ടോയുടെ ഡയമെൻഷൻ വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് വേണ്ടത് 100 KB താഴെയാണ് ആ ഫോട്ടോ സൈസ് വേണ്ടത്. ഇതിപ്പോൾ സേവ് ചെയ്താൽ 100 KB താഴെയാണ്. പക്ഷേ ഇൻ കേസ് ചില ഫോട്ടോസ് വരുമ്പോൾ നമുക്ക് 100 KB താഴെ കിട്ടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ 100 KB താഴെ, അപ്പം നമുക്ക് 100 KB താഴെ ആക്കുകയും വേണം. 150-200 സൈസ് ആ ഒരു ഇമേജ് സൈസും വേണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണ് ഞാനിത് സ്കാൻ ചെയ്ത സമയത്ത് ഈ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളയരുതെന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു സെലക്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ എടുക്കും. എടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു ബോർഡറൊക്കെ നമ്മൾ സെലക്ട് ചെയ്യും. മാക്സിമം നമ്മൾ ആ ഒരു വൈറ്റ് ഭാഗം നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വിടും. ചാർജ് കുറവ് ഒന്നുകൂടെ സെലക്ട് ചെയ്യുന്നു. നമ്മൾ അതിൻ്റെ ഒരു വൈറ്റ് ഭാഗം മൊത്തം സെലക്ട് ചെയ്യണം, ഒന്ന് ക്രോപ്പ് ചെയ്ത് വിടുന്നു. അതായിരിക്കും വൃത്തി. ഫോട്ടോ അകത്ത് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നതിനേക്കാൾ ഈ ഒരു വൈറ്റ് ഭാഗം ഒന്ന് ക്രോപ്പ് ചെയ്ത് വിടുന്നതായിരിക്കും കുറച്ചുകൂടെ വൃത്തി. അതിന് ശേഷം ഇതൊന്ന് ക്രോപ്പ് ചെയ്യുന്നു. ക്രോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും റീസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സംഭവം മാറി കിടപ്പുണ്ടായിരിക്കും. 150-200 മാറി 140 184 വന്നിട്ടുണ്ട്. ഇനി ഇവനെ 150-200 ആക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു 100 KB എന്നുള്ളത് ആ 100 KBക്കകത്ത് ആ ഒരു ഫയൽ സൈസ് വന്നിരിക്കും. അല്ലെങ്കിൽ നേരത്തെ ഉള്ളതിനേക്കാളും ഫയൽ സൈസ് താരം ചെയ്യും. 150-200 ഡയമെൻഷൻ വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു താരുന്ന വരെ നമ്മളിങ്ങനെ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. കറക്റ്റായി ചെയ്യുമ്പോൾ സേവ് ചെയ്തതിനു ശേഷം ഇതും ക്ലോസ് ചെയ്ത് ഇടുക. എന്നിട്ട് ആ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അത്രയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പെയിൻറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഒരു ഫോട്ടോ റീസൈസ് ചെയ്യുന്നത്. സോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തന്നെ എടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വേറെ പിക്ചറോ ഒന്നും തന്നെ വരാത്ത ഒറ്റ ഏതെങ്കിലും ഒരു കളർ ബാക്ക്ഗ്രൗണ്ടുള്ള ഫോട്ടോ തന്നെ എടുക്കുക, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇപ്രകാരം നമ്മൾ റീസൈസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഈസ് സമൽ പ്രസാദ്, സൈനിങ് ഓഫ്.